ട്രംപിൻ്റെ ടാരിഫ് ബോംബ് ഗൾഫ് NRIസിനും ഇന്ത്യക്കാർക്കും തിരിച്ചടി മാത്രമല്ല, വരാനിരിക്കുന്ന മാന്ദ്യത്തിൻ്റെയും ട്രേഡ് വാറിൻ്റെയും സൂചനയാണ്. എങ്ങനെയെന്നല്ലേ, US ടാരിഫ് പ്രഖ്യാപിച്ചതിൽ പിന്നെ വരാനിരിക്കുന്ന ഈസ്റ്റർ ആഘോഷത്തിന് ആവശ്യമായ മുട്ട മുതൽ ഗ്രോസറി, വാഹനങ്ങളടക്കം വില കൂടുമെന്ന് പേടിച്ച് USലൊക്കെ പലരും പെട്ടെന്ന് ഇതെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ്. വാഹനമുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അലുമിനിയം USലേക്ക് അയക്കുന്നതും ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്നതും UAE, സൗദിയൊക്കെയാണ്. ടാരിഫ് കാരണം വാഹനത്തിന് വില കൂടാം. മാന്ദ്യമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം, ഉപയോഗം ഒക്കെ കുറയും. ഗൾഫിൽ വരുമാനം കുറയുമ്പോൾ ഗൾഫിലെ പ്രവാസികളുടെ തൊഴിലിനെയും ഇത് ബാധിക്കും. റെമിറ്റൻസ് കുറയുകയാണെങ്കിൽ കേരളത്തിനും തിരിച്ചടി ഉറപ്പാണ്. വീട് നിർമ്മാണം, ചെറുകിട ബിസിനസ്സുകൾ എല്ലാം തന്നെ ബാധിക്കും. കൂടാതെ ഇന്ത്യക്ക് 26% ടാരിഫ് വേറെയും ഉള്ളതുകൊണ്ട് തന്നെ IT, ഫാർമ, മാനുഫാക്ചറിംഗ് കയറ്റുമതിയെ ഇത് ബാധിക്കും. ക്ലയൻറ്റ് ബഡ്ജറ്റുകൾ കുറയുകയും ചെയ്യും. ഇന്ത്യ 3000 കോടി നഷ്ടത്തിൽ US കമ്പനികൾക്ക് ചുമത്തേണ്ട 6% ഗൂഗിൾ ടാക്സ് വരെ ഒഴിവാക്കി സൗഹൃദമുണ്ടാക്കാൻ നോക്കിയെങ്കിലും 26% ടാരിഫിന് ചേർക്കാൻ സാധിച്ചില്ല. പിന്നെ സമാധാനിക്കാം, ഏഷ്യൻ മേഖലയിൽ ജപ്പാനും സൗത്ത് കൊറിയയ്ക്കുമൊപ്പം ഏറ്റവും കുറഞ്ഞ ടാരിഫാണെന്ന്. US 10% ടാരിഫ് മാത്രമാണ് UAE, സൗദി മേഖലയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹംദാൻ്റെ ഇന്ത്യ സന്ദർശനം UAEയുമായി ഇന്ത്യയ്ക്ക് ഒരു ട്രേഡ് അലയൻസിനുള്ള സാധ്യത കാണിക്കുന്നില്ലേ? അതോ USനെതിരെ ടാരിഫിന് ചെറുക്കുന്ന രാജ്യങ്ങളുടെ കമ്പൈൻ ട്രേഡ് വാർ സ്ട്രാറ്റജിയിൽ അടിപതറാതിരിക്കാൻ ഇരു രാജ്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയായിരിക്കുമോ ഇത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.